മോസ്കോ എന്ന ലാംഗ്വേജിൽ ഹ്യുണ്ടയുടെ എച്ച് ആണ് ഇവിടെ ഐഡന്റിറ്റി ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും മോസ്കോ എന്ന ലാംഗ്വേജ് ഒരു ഡോട്ട്സിങ് ഫാൻസ് ആണ് ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ഉള്ളത്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവാൻ കംഫർട്ടബിൾ ഉണ്ടാവാം. എൻജിൻ ഒരു 17 ഇഞ്ച് 5 സ്പോക്ക് വീൽസ് ആണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നുള്ളത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്. സോ ഒരു സേഫ്റ്റി ആവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ വെഹിക്കിളിൻ്റെ കളർ ഇതല്ല. ഇന്ത്യയിൽ ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള ഒരു SUV, ആ ഒരു സെഗ്മെന്റിലെ കൂടുതലും സെല്ല് ചെയ്ത SUV സെഗ്മെന്റിനെ കിങ് എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വെഹിക്കിളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഇറ്റ്സ് നെയിം ഹ്യുണ്ടായി ക്രെറ്റ. ഹ്യുണ്ടായി ക്രെറ്റയുടെ EV വേർഷനാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. സോ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് തന്നെയാണ്. പോപ്പുലർ ഹ്യുണ്ടായി അനൗൺസ് ചെയ്തത് ഇതിൻ്റെ ഓഫർ പ്രൈസാണ്. അത്യാവശ്യം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഒരു ഹ്യുണ്ടായി ക്രെറ്റ EV നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു EV കാർ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ബെനിഫിറ്റോടെ നമുക്കൊരു വെഹിക്കിൾ സ്വന്തമാക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ ഓഫ് ഹ്യുണ്ടായി ക്രെറ്റ EV. ഫൈനലി ഇതാണ് ഹ്യുണ്ടായി ക്രെറ്റ EV. സോ ഹ്യുണ്ടായി ക്രെറ്റയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാടധികം സെയിൽ ചെയ്ത ഒരു SUV എന്താണ് ഹ്യുണ്ടായി ക്രെറ്റ. ആ ഒരു സെഗ്മെൻറ്റ് തന്നെ മാറ്റിമറിച്ച അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു SUV ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഹ്യുണ്ടായി ക്രെറ്റ. ഒരുപാടധികം ഫാൻസാണ് ഹ്യുണ്ടായി ക്രെറ്റയ്ക്കുള്ളത്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവാൻ കംഫർട്ടബിൾ ഉണ്ടാവാം, എൻജിൻ റിലയബിലിറ്റി ഉണ്ടാവാം. അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു വെഹിക്കിളിന്. സോ നമ്മളെ റോഡിൽ കൂടുതലും കാണുന്ന ഒരു SUV ഒന്നാണ് ഹ്യുണ്ടായി ക്രെറ്റ. സോ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു മോഡലാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ EV വേർഷൻ. സോ ഇതാണെങ്കിലും അത്യാവശ്യം ഫാൻ ബേസാണ് ഇന്ത്യയിൽ ഒരു ഹ്യുണ്ടായി ക്രെറ്റയ്ക്കുള്ളത്. EV ആണെങ്കിലും IC എഞ്ചിൻ ആണെങ്കിലും അത്യാവശ്യം ഫാൻ ബേസ് ഇന്ത്യയിൽ ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട്. ഫ്രണ്ട് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ആ ഒരു ലോഗോ യൂണിറ്റാണ്. ഹ്യുണ്ടായുടെ വലിയൊരു ലോഗോ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തത്. ചുറ്റും ക്ലോസ്ഡ് ഗ്രിൽ യൂണിറ്റാണ് കൊടുത്തുള്ളത്. സോ ഒരു EV ആയ കാരണം ഫുള്ളി ക്ലോസ്ഡ് ഗ്രില്ലാണ് കൊടുത്തുള്ളത്. ഈ ഒരു എലമെൻറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് പോർട്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്, ചാർജിങ് പോർട്ട്. സോ അതിൻ്റെ പെർസെൻറ്റേജ് ഇലുമിനേറ്റ് ചെയ്ത് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കും. നേരെ ക്ലോസ് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ കണക്റ്റഡ് DRL യൂണിറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നുള്ളത്. നേരെ താഴെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ റഡാർ കാണാൻ സാധിക്കും. സോ ഇതിൽ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ കണ്ടോ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണേ വരും. ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തുള്ളത്. നേരെ താഴെ ഒരു ഗെറ്റ് മെറ്റാലിക് ഫിനിഷിലൊരു ലിപ്പ് പോർഷനും കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ 4 പാർക്ക് സെൻസർ കൊടുത്തുള്ളത്. ടോയ് ഹുക്കും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നുള്ളത്. നേരെ താഴെ LED ഹെഡ് ലാമ്പ് കൊടുത്തുള്ളത്. IC എഞ്ചിനും EVയിലും സെയിം LED ഹെഡ് ലാമ്പ് ഫ്രണ്ടിൽ വന്നുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. ഹുഡിലും ഒരുപാടധികം കെയർ ക്ലെയിൻസ് കാണാൻ സാധിക്കും. വൈപ്പർ യൂണിറ്റ്, അഡാസ് ഫീച്ചേഴ്സിൻ്റെ ക്യാമറ യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വ്യൂ വരുന്നത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വീൽ സെക്ഷൻ കണ്ടു തുടങ്ങാം. ഒരു 17 ഇഞ്ച് 5 സ്പോക്ക് വീൽസാണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നുള്ളത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്. സോ ഒരു സേഫ്റ്റി പരമായ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഈ ഒരു ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്നത് പ്ലസ് പോയിന്റ്. സോ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും SUV ക്ലാഡിങ് ഒരു ബൾക്കി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഒരു വീൽ ആർച്ചസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും നേരെ താഴെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ സൈഡ് വ്യൂ വിഷ്വൽസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. ഈ ഒരു റൂഫ് റെയിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനൊക്കെ ക്രെറ്റയുടെ ഐഡൻറ്റിറ്റി പറയാൻ സാധിക്കും. ക്രെറ്റയുടെ ഒരു ക്യാരക്ടറോട് വരുന്ന ഒരു ഡിസൈനേഷൻ ഈ ഒരു എലമെൻറ്റ്സ് വരുന്നത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തുള്ളത്. ബാക്കിലും 17 ഇഞ്ച് വീൽസാണ് വന്നുള്ളത്. ഡിസ്ക് ബ്രേക്ക് വിത്ത് 5 സ്പോക്ക് വീൽസാണ് വന്നുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ബാക്ക് ടു ദ റിയർ പ്രൊഫൈൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റിയർ പ്രൊഫൈലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കണക്റ്റഡ് ടെയിലാമ്പ് യൂണിറ്റ് അത്യാവശ്യം അട്രാക്റ്റീവ് ഫീലാണ് ഈ ഒരു കണക്റ്റഡ് ടെയിലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. ഒരു നൈറ്റ് ടൈമിൽ കാണുന്ന സമയത്ത് അത്യാവശ്യം ബ്രൈറ്റിംഗ് ഫീൽ നമുക്ക് ലഭിക്കും ആ ഒരു ടെയിലാമ്പ് കാണുന്ന സമയത്ത്. ഇലക്ട്രിക്കൽ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. ക്രെറ്റാനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ പാർക്കിംഗ് സെൻസേഴ്സ് വന്നുള്ളത്. 4 പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ റിയറിൽ വന്നുള്ളത്. ഈ ഒരു എലമെൻറ്റ്സിലാണ് നമുക്ക് റിവേഴ്സ് ലാംപ്സ് വന്നുള്ളത്. നേരെ താഴെയും ഗൺ മെറ്റൽ ഫിനിഷിലെ ഡിഫ്യൂസർ പോർഷനും കാണാനായിട്ട് സാധിക്കും. റിവേഴ്സ് ക്യാമറ, ഹ്യുണ്ടായി ലോഗോ. ഇത് കവേർഡ് ആട്ടോ, ഒരു കംപ്ലീറ്റ്ലി കവേർഡ് യൂണിറ്റിലാണ് വന്നിട്ടുള്ളത്. ഡിഫോക്ക് ലൈൻസ്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, റിയർ വിപ്പർ യൂണിറ്റും നമുക്ക് ഇതിൻ്റെ റിയറിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. ബൂട്ട് സ്പേസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. പാർസൽ ട്രേ കാണാൻ സാധിക്കും.
സോ ഇതാണ് ഹോം ചാർജിങ് യൂണിറ്റ് വരുന്നത്. സോ ഇതിനകത്ത് ചാർജും പോർട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള കിറ്റ്സാണ് ഇതിൽ വരുന്നത്. ഇതാണ് ചാർജിങ് കേബിൾ വരുന്നത്, ഗൺ ഇതാണ് വരുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി. നേരെ താഴെയാണ് ടൂൾ കിറ്റും സ്പെയർ വീലൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. സോ മാനുവലി ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേജ് യൂണിറ്റാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നുള്ളത്. സോ ഫൈനലി ഇതാണ് ഹ്യുണ്ടായി ക്രെറ്റ ഇവിയുടെ എക്സ്റ്റീരിയർ റിവ്യൂ വരുന്നത്. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കീയിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ നമ്മൾ IC എഞ്ചിൽ കണ്ട സെയിം കീയാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നുള്ളത്. ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ടുള്ള ഓപ്ഷനും ടെയിൽ ഗേറ്റ് ഓപ്പൺ ഉള്ള ബട്ടൺസാണ് ഈ ഒരു കീയിൽ വന്നിട്ടുള്ളത്. സോ റിക്വസ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 3 ടോൺ കളേഴ്സ് നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ ഒരു ഇൻറ്റീരിയറെ. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പെഡ് ഇവിടെയും ഒരു 3 ടോൺ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റിംഗ് സെഗ്മെൻറ്റ് ബേസ്റ്റിംഗ് സെഗ്മെൻറ്റ് വിളിക്കാൻ വേണ്ടിയ ഒരു ഫീച്ചറാണ് മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്ലസ് പോയിൻറ്റ് ഡോർ ലോക്ക് അൺലോക്ക് ആൻഡ് പവർ വിൻഡോ സ്വിച്ചസ്, ലോക്ക് അൺലോക്ക് വിൻഡോ ബട്ടൺ, അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും എഫക്റ്റീവും അത്യാവശ്യം നല്ല ബ്രൈറ്റിങ്ങിലാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വന്നുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് വാട്ടർ ഹോൾഡറും നമുക്കത് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ EVയിൽ വന്നുള്ളത്. പ്ലസ് പോയിൻറ്റ്. സോ ഇവിടെയും കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്, പാർക്ക് സെൻസർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ട്രാഷങ്ങൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. സോ അതുപോലെ ഒരു ഹിൽ ഡിസിൻ്റെ കൺട്രോളാണ്. സോ നമ്മൾ വലിയൊരു ഇറക്ക കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പീഡിൽ നമുക്ക് ബ്രേക്ക് പ്രസ് ചെയ്യാതെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. സോ ആ ഒരു ഫീച്ചറാണ് ഇവിടെ വന്നിട്ടുള്ളത്. AC വെൻറ്റുകളും. സോ ഈ ഒരു എലമെൻറ്റ് എന്താണെന്ന് അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ക്രെറ്റയുടെ എല്ലാ വേരിയൻറ്റിലും നമ്മൾ കാണിച്ചുള്ളൊരു എലമെൻറ്റാണ് ഈ ഒരു ഫീച്ചർ. സോ അറിയുന്നതോട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നേരെ ഇൻറ്റീരിയർ കണ്ടു നോക്കാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഹ്യുണ്ടായി ക്രെറ്റ EVയിൽ വന്നുള്ളത്. സോ നമുക്കിവിടെ ഒരു 4 ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്കോ എന്ന ലാംഗ്വേജിലെ ഹ്യുണ്ടയുടെ H ആണ് ഇവിടെ ഐഡൻറ്റിറ്റി ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും മോസ്കോ എന്ന ലാംഗ്വേജ് ഒരു ഡോട്ട്സിലും ഒരു മാർക്കിങ്ങിലൊക്കെയാണ് അതിനൊരു ഐഡൻറ്റിറ്റി വരുന്നത്, ലെറ്റേഴ്സ് വരുന്നത് അങ്ങനെയാണ്. സോ നിങ്ങൾക്കറിയുന്ന ലെറ്റേഴ്സ് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ അഡാസ് ഫീച്ചേഴ്സ്, ക്രൂസ് കൺട്രോൾ, അതുപോലെ ക്ലസ്റ്റർ വിൻ്റെ കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലസ്റ്ററിൽ ഒരുപാടധികം ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. സോ നേരെ റൈറ്റ് സൈഡിൽ മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തുള്ളത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. റീജനറേഷൻ വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നുള്ളത്. വൈപ്പർ കൺട്രോൾസ് ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റ് ഈ ഒരു പോർഷനിലും വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൽ നമുക്ക് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇവിടെ വന്നുള്ളതെല്ലാതും അഡാസ് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്നതാണ്. സോ നേരെ സെൻട്രൽ കൺസോളോട്ട് പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം, അത്യാവശ്യം ക്വാണ്ടിറ്റി ഫീച്ചേഴ്സുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹ്യുണ്ടായി എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാടധികം ഫീച്ചേഴ്സാണ് ഇന്ത്യയിൽ ഓരോ വെഹിക്കിളിലും ലോഞ്ച് ചെയ്യുന്നത്. അനദർ പ്ലസ് പോയിൻറ്റ് നേരെ താഴെ AC വെൻ്റ് കാണാൻ സാധിക്കും. നേരെ താഴെ AC കൺട്രോളിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു വെഹിക്കിൾ വന്നത്. ഇവിടെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് മീഡിയ കൺട്രോളിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് ലാമ്പ്, നേരെ താഴെ ഒരു C-പോർട്ട് ചാർജിങ് സോക്കറ്റും, ടൂൾ ബട്ടൺ ചാർജിങ് സോക്കറ്റും, ഒരു USB പോർട്ടും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് വന്നിട്ടുള്ളത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. താഴെയും ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ. ഡ്രൈവ് മോഡ് സെലക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്പോർട്ട്, എക്കോ, നോർമലിന് 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്കൊരു ഹ്യുണ്ടായി ക്രെറ്റ EVയിൽ വന്നുള്ളത്. സോ നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ ഗിയർ നോബ് സെലക്ഷൻ എവിടെയെന്നല്ലേ. നമുക്കിവിടെ എവിടെയും ആ ഒരു ഗിയർ നോബ് സെലക്ഷൻ കാണാൻ സാധിക്കില്ല. സോ ഇതിൻ്റെ ഗിയർ നോബ് സെലക്ഷൻ വന്നുള്ളത് ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു സൈഡ് പോർഷനിലാണ് വന്നുള്ളത്. നമ്മൾ മെർസിഡീസ് ബെൻസിലൊക്കെ കാണുന്ന ആ ഒരു ഫീച്ചറാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ EVയിൽ വന്നുള്ളത്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് സെലക്ഷൻ ചെയ്യുന്നത്, ഗിയർ നോബ് സെലക്ഷൻസ്. അനന്തരം പ്ലസ് പോയിൻറ്റ്. സോ ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോൾസ് ഉണ്ട്. ഓട്ടോ ഹോൾഡ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ക്യാമറ യൂണിറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ വെഹിക്കിളിൻ്റെ കളർ ഇതല്ല, ബോഡി കളർ ഒരു ബ്ലാക്ക് ആണ്. സോ ക്യാമറയിൽ എല്ലാ ക്യാമറയിലും ഒരു വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. റിയർ പോർഷൻ ക്ലോസ് ചെയ്തേക്കാം. സോ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 സീറ്റും വെന്റിലേറ്റഡ് ഓപ്ഷൻ വരുന്നുണ്ട്.
അതും അത്യാവശ്യം നല്ലൊരു കൂൾ ഫീച്ചറാണ്. സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് താഴെ ഒരു AC വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണുത്ത് കിട്ടും. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു ഫീച്ചർ. ഇവിടെയും AC വെന്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ആംബി ലൈറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള ഗ്ലോ ബോക്സ് വന്നുള്ളത്. അവിടെയും നമുക്കൊരു AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിവർ മിറർ വരുന്നത്. ബ്ലൂ ലിങ്ക് അതുപോലെ SOS ബട്ടൺ കണക്റ്റീവ് ബട്ടൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെൻ്ററിലേക്ക് കണക്ഷൻ പോകും. സോ നിങ്ങൾക്ക് പെട്ടെന്നൊരു കോൾ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫീച്ചേഴ്സാണ് അവിടെ വന്നിട്ടുള്ളത്. സൺഷെയ്ഡ് ജസ്റ്റ് എംപ്റ്റി ആണ് വന്നിട്ടുള്ളത്. പോക്കറ്റ് ഹോൾഡർ ഈ ഒരു പോർഷനിൽ മിറർ വന്നിട്ടുണ്ട്. സോ സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട്. റീഡിങ് ലാമ്പ് ഉണ്ട്. പാനോറമിക് സൺറൂഫ് ഈ ഒരു സെഗ്മെന്റിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഒരു പാനോറമിക് സൺറൂഫ് വരുന്നത്. ശരിക്കും ഒരു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവരായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ വലിയൊരു പാനോറമിക് സൺറൂഫിൽ ഇരുന്ന് യാത്ര ചെയ്യാണ്. സാറി നമുക്കൊരു ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിൽ മൂഡാക്കാൻ പറ്റിയ ഒരു ഫീച്ചറാണ് ഈ ഒരു പാനോറമിക് സൺറൂഫ് വരുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സിംഗിൾ പാൻ സൺറൂഫ് ആണോ പാനോറമിക് സൺറൂഫ് ആണോ ഇഷ്ടം, ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കാം. സോ ഡാഷ് ക്യാമറ വരുന്നുണ്ട്. ബെസ്റ്റ് ഇൻ ഫീച്ചറാണ് ഡാഷ് ക്യാമറ. ശരിക്കും നമ്മൾ സേഫ്റ്റിപരമായ ഫീച്ചറാണ് ഡാഷ് ക്യാമറ. സോ നിങ്ങൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങളുടെ ഭാഗത്ത് തെളിയിക്കുന്നുള്ളൊരു ഫീച്ചറാണ് ഡാഷ് ക്യാമറ. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ വെഹിക്കിളിൽ മേടിച്ച് വെക്കേണ്ട ഒരു ഫീച്ചറാണ് ഒരു ഡാഷ് ക്യാമറ വരുന്നത്. സോ ഇനി സെക്കൻഡ് റോളിട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റ EVയിൽ വന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് ഇപ്പോൾ 3 ടോൺ കളേഴ്സാണ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. ഡാർക്ക് ബ്ലൂ, ബീച്ച് കളർ ആൻഡ് ബ്ലാക്ക് ഫിനിഷ്, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷും നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു കർട്ടൺ ഷെയ്ഡും നമുക്ക് വരുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പവർ സ്വിച്ചസ് ആൻഡ് ബോസിൻ്റെ സ്പീക്കർ യൂണിറ്റ്, വാട്ടർ ബോട്ടിൽ ഹോൾഡറും നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ചസ് കാരണം ആവാതിരിക്കാൻ ഒരു സ്കഫ് പ്ലേറ്റും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഗ് റൂം കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. സെഗ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചറാണ് ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സെക്കൻഡ് റോ. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു ഫീച്ചേഴ്സ്. സോ ഇനി ഈ ഒരു സെക്കൻഡ് റോയിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് റിയർ AC വെൻ്റ് കാണാൻ സാധിക്കും. 2 C-പോർട്ട് ചാർജ് സോക്കറ്റും ഒരു വയർലെസ് ചാർജിങ് പോർട്ടും ഇവിടെ കൊടുത്തിട്ട് ഇതും ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറാണ്. ഈ ഒരു ചാർജിങ് സോക്കറ്റ് 2 രീതിയിൽ നമുക്ക് ചാർജ് സാധിക്കും. 2 C-പോർട്ട് വരുന്നുണ്ട്, ഒരു വയർലെസ് ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. സോ നിങ്ങളൊരു 3 പേര് യാത്ര ചെയ്യുകയാണെങ്കിൽ 2 പേർക്ക് C-പോർട്ട് ചാർജിങ്ങിലും ഒരാൾക്ക് ഒരു വയർലെസ് ആയിട്ടും ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. വേറൊരു ഫീച്ചറാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ സെക്കൻഡ് റോൾ വരുന്നത്. ഒരു ടേബിൾ യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. കണ്ടു 2 ടേബിൾ യൂണിറ്റും നമുക്ക് റിയറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് നമുക്ക് ഈ ഒരു റിയറിൽ ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബോസ് ഫങ്ഷൻ സീറ്റാണ് ഈ റിയറിൽ വന്നുള്ളത്. ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ സാധിക്കും. പ്ലസ് പോയിന്റ് കൂടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും. സോ ഇത് കവേർഡ് ആരം കാണിക്കുന്നില്ല. അത്രയധികം ഫീച്ചേഴ്സാണ് ശരിക്കും ഇന്ത്യയിൽ ഒരു ഹ്യുണ്ടായി എന്ന ബ്രാൻഡ് കൊണ്ടുവന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് ഇഷ്ടമായിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം ഫീച്ചേഴ്സാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നിട്ടുള്ളത്. സോ ഹ്യുണ്ടായി ക്രെറ്റ EV ബാറ്ററി പാക്കേജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ ബാറ്ററി പാക്കേജ് വരുന്നുണ്ട്. ഒരു 42 കിലോവാട്ടിന് ബാറ്ററി പാക്കേജും 51.4 കിലോവാട്ടിന് ബാറ്ററി പാക്കേജും. സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് 42 കിലോവാട്ട് ബാറ്ററി പാക്കേജ് വരുന്നത്. സോ അത് അറൗണ്ട് 135 bhp പവറും 420 കിലോമീറ്റർ റേഞ്ചും ക്ലെയിം ചെയ്യുന്നുണ്ട് ആ ഒരു ബാറ്ററി പാക്കേജ്. രണ്ടാമത്തെ ബാറ്ററി പാക്കേജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 51.4 കിലോവാട്ട് ബാറ്ററി പാക്കേജാണ്. സോ അത് അറൗണ്ട് 171 bhp പവറും 510 കിലോമീറ്റർ റേഞ്ചും ക്ലെയിം ചെയ്യുന്നുണ്ട്. 510 കിലോമീറ്റർ റേഞ്ചാണ് ആ ഒരു ബാറ്ററി പാക്കേജ് ക്ലെയിം ചെയ്യുന്നത്. സോ അത് ലോങ് ടൈം ആണ്. 42 കിലോവാട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ്. സോ നമുക്കിവിടെ ഒരു പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്, EV ബാഡ്ജിങ്, അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ ലോഗോ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് വരും. ഒരു ഫ്രങ്ക് സ്പേസാണ് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഒരു സ്പോർട്സ് കാറിലും കാണുന്ന, കൂടുതലും സ്പോർട്സ് കാറിൽ കണ്ടിരുന്ന ഫ്രങ്ക് സ്പേസ് നമ്മൾ ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നിട്ടുണ്ട്. ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാറ്ററി ആൻഡ് മോട്ടർ പാക്ക് വരുന്നത്. കണ്ടോ, ഫുള്ളി പാക്കഡ് ആയിട്ടുള്ളൊരു
ബേയാണ് വന്നിട്ടുള്ളത്. സോ ഫൈനലി ഇതാണ് ഹ്യുണ്ടായി ക്രെറ്റ EV വരുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും EV കാർസ് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ബെനിഫിറ്റും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓഫേഴ്സാണ് വരുന്നത്. അത്യാവശ്യം EVക്ക് ഓഫേഴ്സ് ഇപ്പോൾ ഹ്യുണ്ടായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. റെഡി സ്റ്റോക്ക് നമ്മൾ അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. സോ സീ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. ചെറിയൊരു ബ്രേക്ക്, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.